സീറ്റ് കിട്ടാത്തതിന് പിന്നാലെ KSU സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചെന്ന വാർത്തകൾ നിഷേധിച്ച് അലോഷ്യസ് സേവ്യർ. KSU സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് വാർത്തകൾ വ്യാജമെന്ന് അലോഷ്യസിന്റെ സന്ദേശമെത്തിയത്. അലോഷ്യസ് സേവ്യറിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം നീക്കം ആരംഭിച്ചു. സീറ്റ് നൽകാമെന്ന് KC വേണുഗോപാൽ ഉറപ്പു നൽകി എന്നാണ് സൂചന. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിപിൻ, അല്പസമയം മുമ്പ് വരെ അലോഷ്യസ് സേവ്യർ രാജിവെക്കുന്നു, രാജിക്കത്ത് നൽകി എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം? അങ്ങനെയൊന്നില്ല എന്നാണോ? അമൃത, കോൺഗ്രസിൽ ഇതൊരു സമ്മർദ്ദ ഘട്ടത്തിലൂടെ കടന്നുപോകുന്നു എന്ന് വേണം നമുക്ക് തിരിച്ചറിയാൻ. ഇപ്പോഴിതാ അലോഷ്യസ് സേവ്യർ നേരത്തെ രാജിവെക്കും എന്നുള്ള വിവരം തന്നെയായിരുന്നു. അതും പ്രകാരം NSUവിന്റെ ദേശീയ അധ്യക്ഷന് അദ്ദേഹം കത്ത് കൈമാറുകയും ചെയ്തു. അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അർഹമായ പ്രാതിനിധ്യം KSUവിന് ലഭിച്ചില്ല. അത് ഈ ഒരു 10 വർഷത്തോളം KSUവിന്റെ സമര പോരാട്ടങ്ങളുടെ ത്യാഗങ്ങളൊന്നും തന്നെ നേതൃത്വം കണ്ടെന്ന് നടിച്ചില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിരാശയും ദുഃഖവുമുണ്ട്. തന്റെ സംസ്ഥാന അധ്യക്ഷൻ പദവി രാജിവെക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. എന്നാൽ അതിന് തൊട്ടുപുറകെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. അങ്ങനെ KC വേണുഗോപാൽ നേരിട്ട് അലോഷ്യസ് സേവ്യറെ വിളിച്ച് സംസാരിക്കുകയും അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അങ്ങനെ ആ ഒരു സമ്മർദ്ദം അത് ബലം കാണുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. ഒരു പക്ഷേ സീറ്റ് വാഗ്ദാനം ചെയ്തിരിക്കാം. കാരണം അലോഷ്യസ് സേവ്യറിനെ തന്നെ 2 ഇടങ്ങളിൽ ഇടുക്കിയിലും പൂഞ്ഞാറിലും ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നു. പിന്നീട് പൂഞ്ഞാറിലായിരിക്കും അലോഷ്യസ് സേവ്യറിന് സീറ്റ് എന്നുള്ള നിലയ്ക്കുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആ പട്ടിക ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അത് സസ്പെൻസായി തുടരുമ്പോൾ തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം ചലനങ്ങൾ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആ സമയത്ത് അലോഷ്യസ് സേവ്യർ ഇവിടെ വേണ്ട എന്നുള്ള നിലയ്ക്ക് പൂഞ്ഞാറിൽ നിന്നുള്ള പ്രാദേശിക ഘടകങ്ങൾ വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. അതിന് തൊട്ടുപുറകെയാണ് ഈ ഒരു പട്ടികയിൽ പേരില്ല എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി അലോഷ്യസ് സേവ്യർ രാജി സമർപ്പിച്ചിരിക്കുന്നത്. ആ രാജി സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ഈ അനുനയ നീക്കം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു രാജിയില്ല, ആ വാർത്തകളെല്ലാം തന്നെ അവാസ്തവം എന്ന് പറഞ്ഞിരിക്കുകയാണ് അലോഷ്യസ് സേവ്യർ. സോഷ്യൽ മീഡിയയിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ അവരുടെ ഫേസ്ബുക്ക്, അവരുടെ വാട്സപ്പിന്റെ ഗ്രൂപ്പുകളിലും ആ സന്ദേശം കൈമാറി കഴിഞ്ഞു. ഇപ്പോൾ ജീവവായുവാണ് KSU, തന്റെ പാർട്ടിയാണ്, തനിക്കെല്ലാം, താൻ ആ ത്യാഗം സഹിച്ച് ഇടുക്കിയുടെ മണ്ണിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള നേതാവാണ്. ഒപ്പം തന്നെ സമര പോരാട്ടങ്ങളുടെ ചരിത്രമാണ് ഉള്ളത് എന്നുള്ളത് ഉൾപ്പെടെയാണ് ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു രാജിയില്ല, അത് തീർത്തും അവാസ്തവമായിട്ടുള്ള വാർത്തയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ അനുനയ ശ്രമങ്ങൾ അല്ലെങ്കിൽ എന്താണോ നേതാക്കൾ വിളിച്ച് പറഞ്ഞിട്ടുള്ളത് അത് ബലം കണ്ടിരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാൻ. വിപിനി സൂചിപ്പിച്ചതുപോലെ തന്നെ അനുനയ നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇതിപ്പോൾ സീറ്റ് നൽകാം എന്നുള്ളൊരു ഉറപ്പിന്മേലായിരിക്കുമോ തീരുമാനം? അങ്ങനെ കരുതാമോ, അങ്ങനെ അനുമാനിക്കാമോ ഈ ഒരു ഘട്ടത്തിൽ? അത് തീർച്ചയായിട്ടും ഒരു പക്ഷേ പൂഞ്ഞാറിൽ തന്നെ ആയിരിക്കാം അലോഷ്യസ് സേവ്യറിന് ആ സീറ്റ് ലഭിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഈ ഘട്ടത്തിൽ നൽകിയേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഓഫറുകൾ ഇതുമായി ബന്ധപ്പെട്ട നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും ഇനി വരേണ്ട കാര്യമാണ്. പക്ഷേ ഈ സീറ്റുകളെ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ നമുക്കൊരു ഉറപ്പ് ഒരു സ്ഥലത്തും പറയാൻ കഴിയാത്ത സ്ഥലത്താണ്. ചുരുങ്ങിയത് ഒരു 30 സ്ഥലത്തെങ്കിലും അമൃത ഇപ്പോഴും ഏറ്റവും അവസാന ഘട്ടത്തിലും തർക്കം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എങ്കിൽ ഒരു സീറ്റിന് വേണ്ടി 2 or 3 ആളുകൾ ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തുവരുന്ന ഒരു ഘട്ടത്തിൽ എത്രത്തോളം അതിന് ഫലപ്രാപ്തിയിലെത്തും ഈ അവസാന നിമിഷത്തിൽ? കാരണം കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള നേതാക്കളൊക്കെ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. പട്ടിക ഏറെക്കുറെ 90% പൂർത്തിയായി എന്ന് നേതാക്കളൊക്കെ തന്നെ പറയുന്നു. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ നിന്നുള്ള രാജി കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുൻപിലേക്ക് എത്തുന്നത്, അതിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. അപ്പോൾ എത്രത്തോളം ഇനി സീറ്റ് വാഗ്ദാനം ചെയ്തു എന്നുള്ളത് ആ പട്ടിക പുറത്തു വന്നാൽ മാത്രമേ അറിയുകയുള്ളൂ. പക്ഷേ ഈ പറഞ്ഞതിൽ നിന്ന് അല്ലെങ്കിൽ രാജിവെക്കാം എന്നുള്ളതിൽ നിന്ന് അലോഷ്യസ് സേവ്യർ പിന്മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതിപ്പോൾ പക്ഷേ വിപിൻ, ഇതിപ്പോൾ പൂഞ്ഞാറിൽ തന്നെ മത്സരിപ്പിക്കാം എന്നുള്ളൊരു നീക്കത്തിലേക്കാണ്, അല്ലെങ്കിൽ ആ സീറ്റ് തന്നെ നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അനുനയം നടന്നത് എങ്കിൽ അത് നമുക്കറിയാം. പൂഞ്ഞാറിൽ അലോഷ്യസിനെതിരെ പോസ്റ്ററുകൾ ഉൾപ്പെടെ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അലോഷ്യസ് പുറത്തുനിന്ന് ഒരാൾ വേണ്ട എന്ന് അവിടെ നിന്നുള്ള ആളുകൾ തന്നെ പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രവർത്തകരെ സംബന്ധിച്ച് അത് അനുകൂലിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ. അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും പ്രാദേശിക ഘടകത്തിന് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ട്. കാരണം അവർ ഉദ്ദേശിക്കുന്നത് പുറത്തുനിന്ന് ഒരാൾ വേണ്ട എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. അതിന്റെ പുറത്ത് ആ സീറ്റിൽ ഇപ്പോൾ ഒരു മാറ്റം വരികയാണ് എന്നുണ്ടെങ്കിൽ അത് KSUവിനെ സംബന്ധിച്ച് ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജിവെക്കുന്നു എന്നുള്ളത് പാർട്ടിക്ക് കുറച്ചുകൂടി കളങ്കമുണ്ടാക്കും എന്നുള്ളത് കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അനുനയ ശ്രമം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ബാലുശ്ശേരിയിൽ ഉള്ള സൂരജ് മാത്രമാണ് ഒരു KSUക്കാരൻ എന്നുള്ള നിലയ്ക്ക് അതൊരു സംവരണ മണ്ഡലമാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു സ്ഥലത്തും തന്നെ KSUവിന്റെ ഒരാളെയും പരിഗണിച്ചില്ല എന്നുള്ള പരിഭവം KSUവിന് പൊതുവെ ആ ഒരു അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് മറികടക്കാൻ ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ഒരു പക്ഷേ ഒരാളെയെങ്കിലും അതിൽ അക്കോമഡേറ്റ്
ചെയ്യുക എന്നുള്ളതായിരിക്കാം. അത് അലോഷ്യസ് സേവ്യറിന് തന്നെ ആകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഒപ്പം ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ എല്ലാവരും UDFന്റെ വിജയത്തിനായി ഒറ്റക്കെട്ടായി ഇറങ്ങണം എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അസ്വാരസ്യം അത് കൂടുതൽ സങ്കീർണമാകുമെന്നുള്ളത് കണ്ടുകൊണ്ടാണ് KC വേണുഗോപാലിന്റെ പെട്ടെന്ന് തന്നെയുള്ള ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ പ്രാദേശിക ഘടകത്തെ കുറച്ചുകൂടി പറഞ്ഞു മനസ്സിലാക്കാം എന്നുള്ളതിൽ കൂടി നേതൃത്വം ഇപ്പോൾ വിലയിരുത്തുന്നുണ്ടാകാം. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.